നമസ്കാരം. ഗവർണർക്ക് നേരെ കരിങ്കൊടി കാണിക്കാൻ ചെന്ന സഖാക്കൾ അറസ്റ്റിൽ. CPM ഏരിയ കമ്മിറ്റി മെമ്പർമാരായ 25 സഖാക്കളെയാണ് പോലീസ് തൂക്കിയെടുത്ത് അകത്തിട്ടത്. എരമംഗലത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് നേരെ കരിങ്കൊടി വീശിയ SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. കോൺഗ്രസ് നേതാവ് PT മോഹനകൃഷ്ണൻ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തുന്നതിനിടെയായിരുന്നു ഗവർണർക്ക് നേരെ എരമംഗലം ജംഗ്ഷനിൽ വെച്ച് SFI പ്രവർത്തകർ കരിങ്കൊടി വീശിയത്. SFI പൊന്നാനി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കരിങ്കൊടി പ്രതിഷേധം നടന്നത്. അതേസമയം ഗവർണർ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം മടങ്ങി. ഗവർണർ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടായിരുന്നു SFI പ്രവർത്തകർ റോഡിലേക്ക് ഇറങ്ങി വാഹനത്തിന് നേരെ കരിങ്കൊടി വീശിയത്. ഗവർണർ എത്തുന്നതിന് മുന്നോടിയായി SFI പ്രവർത്തകർ തലേ ദിവസം തന്നെ ബാനറുകളും ഉയർത്തിയിരുന്നു. നേരത്തെ പ്രദേശത്ത് ഗവർണർക്കെതിരായി SFI ബാനറുകൾ ഉയർത്തുകയും ചെയ്യുകയുണ്ടായി. മിസ്റ്റർ ചാൻസലർ, യു ആർ നോട്ട് വെൽക്കം ഹിയർ. നിങ്ങളുടെ ബ്ലഡി ക്രിമിനൽസ് ഒരുപാടുള്ള സ്ഥലമാണിത്, സൂക്ഷിക്കുക എന്നിങ്ങനെയുള്ള കറുത്ത ബാനറുകളാണ് ഗവർണർ ചടങ്ങിനെത്തുന്ന വഴികളിൽ SFI പ്രവർത്തകർ സ്ഥാപിച്ചിരുന്നത്. അതേസമയം പരിപാടിയിൽ പങ്കെടുത്ത ശേഷം ഗവർണർ മലപ്പുറത്ത് നിന്നും മടങ്ങി. ഭരിക്കുന്ന പാർട്ടിയുടെ പ്രവർത്തകർ നിയമ സംവിധാനം അട്ടിമറിക്കുകയാണ് എന്നും അക്രമം നടത്തുന്നവരെ ക്രിമിനൽ എന്ന് തന്നെയാണ് വിളിക്കുക എന്നും ഗവർണർ പറഞ്ഞു. അതിനിടെ ഗവർണറെ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിൽ കോൺഗ്രസിന്റെ ഉള്ളിലും അമർഷമുണ്ട്. DCC പ്രസിഡന്റ് അടക്കം ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നപ്പോൾ മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ, മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല, മുസ്ലിം ലീഗ് നേതാവ് ET മുഹമ്മദ് ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു. അതേസമയം സംസ്ഥാന ഭരണനിർവഹണ വിഭാഗത്തിന്റെ തലവൻ കൂടിയായ ബഹുമാനപ്പെട്ട കേരള ഗവർണർക്ക് നേരെ തൊടുപുഴയിൽ LDFന്റെയും DYFIയുടെയും നേതൃത്വത്തിൽ ഉണ്ടായ പ്രതിഷേധം അത്യന്തം ലജ്ജാകരവും അപലപനീയവുമാണ് എന്ന് BJP മധ്യമേഖലാ പ്രസിഡന്റ് N ഹരി പ്രതികരിച്ചു. പ്രതിഷേധങ്ങൾക്കിടയിൽ ഗവർണറുടെ വാഹനം നിർത്തിയിടേണ്ട സാഹചര്യം അതീവ ഗുരുതരവും വൻ സുരക്ഷാ വീഴ്ചയുമാണ്. കേട്ടാൽ അറയ്ക്കുന്ന പദപ്രയോഗങ്ങളാൽ ഗവർണറുടെ വാഹനത്തിനു നേരെ പാഞ്ഞെടുത്ത DYFI പ്രവർത്തകർ നടത്തിയത് മുഖ്യമന്ത്രിയുടെ ഭാഷയിലെ രക്ഷാപ്രവർത്തനമായി സുരക്ഷാ ഉദ്യോഗസ്ഥർ വിലയിരുത്തിയെന്ന് തോന്നിപ്പിക്കും വിധത്തിൽ അക്രമാസക്തമായിരുന്നു സ്ഥിതിയെന്ന് N ഹരി വിമർശിച്ചു. ഏതാനും ദിവസം മുൻപുള്ള കേരള ഗവർണറെ പൊതുപരിപാടിയിൽ അസഭ്യം വിളിച്ച് അധിക്ഷേപിച്ച MLA MM മണി നടത്തിയത് ഗുരുതര സത്യപ്രതിജ്ഞ ലംഘനമാണ്. പൊതുജനങ്ങളെയും പൊതുപ്രവർത്തകരെയും പാർട്ടി ഗുണ്ടകളെ ഉപയോഗിച്ച് വഴിതടയുകയും ആക്രമിക്കുകയും അടിച്ചമർത്തുകയും ചെയ്യുന്ന ഗുണ്ടാരാജിലേക്ക് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ സർക്കാർ എത്തി നിൽക്കുന്നുവെന്നും വ്യാപാരികളെയും തൊഴിലാളികളെയും വെല്ലുവിളിച്ച് ഇടുക്കിയിൽ LDF നടത്തിയ ഹർത്താൽ ഇടുക്കിയിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ഗവർണർക്ക് പോലും സഞ്ചാര സ്വാതന്ത്ര്യമില്ലാത്ത അതിക്രമങ്ങൾ നേരിടേണ്ടി വരുന്ന കേരളത്തിൽ സാധാരണക്കാരുടെ സ്വത്തിനും ജീവനും എന്ത് സുരക്ഷയാണ് സർക്കാർ ഒരുക്കുന്നത് എന്ന് വ്യക്തമാക്കണം. ഹർത്താലിനോടനുബന്ധിച്ച് തൊടുപുഴയിൽ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ സംസ്ഥാനത്തിനും പൊതുസമൂഹത്തിനും അവമതിപ്പുണ്ടാക്കുന്ന തരത്തിൽ പദപ്രയോഗങ്ങൾ നടത്തുകയും ജാഥ നടത്തി പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്ത LDF DYFI നേതാക്കൾക്കുമെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നറിയിച്ച് ഇടുക്കി ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയതായും N ഹരി അറിയിച്ചു.